രാഹുൽ ഈശ്വർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. രാഹുൽ ഈശ്വർ, ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം എന്നതുപോലെയാണ് പാളികളുടെ കാര്യം പുറത്തു വന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യോഗദണ്ഡ്, രുദ്രാക്ഷമാല, ശ്രീകോവിലിൻ്റെ കട്ടിള, ശ്രീകോവിലിൻ്റെ വാതിൽ, ദ്വാരപാലക ശില്പങ്ങളിലെ പാളി, ഇതെല്ലാം പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പലതിലും ക്രമക്കേടുണ്ട് എന്നാണ്. അമിക്കസ് ക്യൂറി ആദ്യം വന്ന്, അല്ലെങ്കിൽ ഈ SIT സംഘം ആദ്യം വന്ന് ശ്രീകോവിലിൽ അയ്യപ്പനുണ്ടോ എന്ന് നോക്കേണ്ടി വരുന്ന അവസ്ഥയാണോ? എനിക്ക് ആ വാക്ക് പറയാൻ കഴിയുന്നില്ല. ശ്രീ അഭിലാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കടുത്ത അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയുന്നില്ല. എനിക്ക് വളരെ വേദനയാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും അങ്ങനെ സംഭവിച്ചില്ല. എനിക്ക് ആ വാക്ക് പറയാൻ പോലും വേദനയുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഹൈക്കോടതിക്ക് പ്രണാമം, മാതൃഭൂമി അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രണാമം. നിങ്ങളടക്കമുള്ളവർ ആർജവത്തോടെയും ഊർജവത്തോടും നിന്നതുകൊണ്ടാണ് ഇത് വെളിയിൽ വന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും 2-3 കാര്യങ്ങളിൽ ഇപ്പം ക്ലാരിറ്റി ആയി. ഒന്ന്, അയ്യപ്പന്റെ സ്വർണം മറിച്ച് വിറ്റിരിക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രണ്ട്, വ്യാജരേഖ നിർമ്മാണം. സ്വർണം പതിച്ച പാളികളെ ചെമ്പ് പാളികളിൽ നിന്ന് മാത്രം അടയാളപ്പെടുത്തിയാൽ അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ഉന്നതർ ആ വിഷയത്തിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് കൂടെ നമുക്ക് ഈസിയായി മനസ്സിലായിട്ടുണ്ട്. അതായത് ഗോൾഡ് ക്ലാഡഡ് ആയ കാര്യങ്ങളെ വെളിയിൽ കൊണ്ടുപോയി തിരിച്ച് ഗോൾഡ് പ്ലേറ്റഡ് ആയി കൊണ്ടുവരിക. ഗോൾഡ് ക്ലാഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗോൾഡ് അതിന് ആവശ്യം വേണ്ടി വരും. ഗോൾഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ 5-1 10 മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ ഗോൾഡ് ക്ലാഡഡ് ആയ സ്വർണം പതിച്ച, തനി തങ്കത്തിലുള്ള സ്വർണം പതിച്ച കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോയി തിരിച്ച് വില കുറഞ്ഞ ഗോൾഡ് പ്ലേറ്റിംഗുമായി തിരിച്ചു വരുന്നതാണ്. ഇനിയും ഒരു കാര്യം കൂടെ വ്യക്തമായി നമ്മൾ പറയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ഉണ്ടാകാതെ, FIR ഇട്ട് അറസ്റ്റ് ചെയ്യാതെ ഈ കാര്യങ്ങളുടെ സത്യം പുറത്തു വരില്ല. അത് ADGPയുടെ നേതൃത്വത്തിൽ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശബരിമലയിൽ സ്വർണം സേഫ് അല്ലെങ്കിൽ പിന്നെ ഏത് അമ്പലത്തിലാണ് സ്വർണം സേഫ്? അയ്യപ്പന്റെ സ്വർണം കക്കാമെങ്കിൽ പിന്നെ ആരുടെ സ്വർണമാണ് കക്കാൻ പറ്റാത്തത്? 1250 അമ്പലങ്ങളിൽ ഇതുപോലെ എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. 1250 അമ്പലങ്ങളിൽ നിന്ന് അങ്ങനെ സ്വർണം കെട്ടാൽ എത്ര വലിയ സ്വർണ്ണ കൊള്ളയായിരിക്കും സംഭവിക്കുക? സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അതിനുള്ള സാധ്യത അടക്കമുണ്ട്. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം ശബരിമലയും സ്വാമി അയ്യപ്പനുമാണെന്ന് നമുക്കറിയാം. ഇതിന്റെ പിന്നിൽ ദേവസ്വത്തിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. അവരെ അറസ്റ്റ് ചെയ്യണം. ഇതിൽ ഒരു രാഷ്ട്രീയവും നമ്മൾ കാണരുത്. രാഷ്ട്രീയത്തിനപ്പുറം ശബരിമല അയ്യപ്പന്റെ സ്വർണം തൊട്ടവരും കട്ടവരും ജയിലിൽ പോകണമെന്ന കാര്യമാണ് അയ്യപ്പ വിശ്വാസം. രാഹുൽ ഈശ്വർ, സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരിക്കുന്ന മൊഴി 1 കിലോ സ്വർണം, അതായത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള 1 കിലോ സ്വർണത്തിൽ 397 ഗ്രാം എടുത്ത് ഈ പാളികളിൽ പൂശി ബാക്കിയുള്ള സ്വർണം ഇയാൾക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു തുടങ്ങിയവയൊക്കെയാണ്. അത് വിശ്വസിച്ചിട്ടില്ല ദേവസ്വം വിജിലൻസ്. അതിനപ്പുറത്ത് ഈ പാളികളിലെ സ്വർണം 14 പാളികൾ ഉണ്ടായിരുന്നു. ഓരോന്നോരോന്നായി മറച്ചു വിറ്റിരിക്കാനല്ലേ സാധ്യത? ഓരോന്നോരോന്നായിട്ട്, തീർച്ചയായിട്ടും ഓരോന്നോരോന്നായിട്ട് അത് മറച്ചു വിട്ടിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. 1.5 കിലോഗ്രാം സ്വർണമാണ് ആ 2 ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും എക്സ്പേർട്ട് എടുത്താൽ പരമാവധി ഏറ്റവും കുറച്ച് ഡിപ്രീസിയേഷനേ ഉണ്ടാകൂ. അതുകൊണ്ട് അതിൽ 1 ഗ്രാം സ്വർണം, ഒരു കിലോഗ്രാം സ്വർണമല്ല, 1.5 കിലോഗ്രാം സ്വർണമുണ്ട്. അവരിനിയും കണക്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണോ എന്നറിയില്ല. 2, വളരെ പ്രധാനം, നമ്മളോടെല്ലാം വന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ തനി കോപ്പറിൽ മാത്രമേ ഈ കാര്യം ചെയ്യുള്ളൂ, ഞങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അവരവരുടെ മൊഴി മാറ്റുകയാണെന്നുള്ള ഗൗരവമായ കാര്യം കൂടിയുണ്ട്. അതായത് 1.5 കിലോഗ്രാം സ്വർണം ആ ദ്വാരപാലക പാളികളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ 360 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി 1100 ഗ്രാം അഥവാ 1.1 കിലോഗ്രാം വേണം. ഈ 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. അവിടെ പോലും അടിച്ചു മാറ്റം നടന്നതാണ്. അതായത് കള്ളന്മാരെ മോട്ടിക്കപ്പെട്ടോ, കള്ളന്മാരിൽ നിന്ന് മോട്ടിക്കപ്പെട്ടോ എന്നുള്ളതാണ് സംശയം. 1.5 കിലോഗ്രാം ഉണ്ടെന്ന് നമ്മുടെ റെക്കോർഡ് ഉണ്ടല്ലോ. ഇനി അത് സംശയിക്കുന്നത് എന്തിനാ? ഹൈക്കോടതിയുടെ റെക്കോർഡ് പ്രകാരം 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അപ്പൊ 1.5 കിലോഗ്രാം സ്വർണം ഉള്ളപ്പോ 1 കിലോഗ്രാം എന്ന് അവർ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ബാക്കി 500 ഗ്രാം എവിടെ? സ്വർണത്തെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ വഴി കിട്ടുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊന്നും അല്ലല്ലോ, സ്വർണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയും സ്മാർട്ട് ക്രിയേഷൻസിന് വേണമെങ്കിൽ, അവരെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ സ്മാർട്ട് ക്രിയേഷൻസിനെ വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അവരെയും കൂടി അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ അതും കൂടെ വേണം. കാര്യം രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം ഞാൻ